VC എന്നത് ഈ രാജ്യത്തൊരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSന്റെ കാര്യാലയത്തിൽ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് VC പ്രവർത്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 VCമാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങളിങ്ങനെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിൻ്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ VCമാർ മാറുക. ഇവിടേക്കാ പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നുള്ള നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്ത് കൊണ്ടുവന്ന പണത്തിൽ നിന്ന് എടുത്തിട്ടല്ല ഇവന്മാർക്കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ മുട്ടുനിരയാണ്. ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്, ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറേ നാൾ നടന്നതാണ്. ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ BJP ഗോവയിലെ BJPക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കരയേണ്ടത് BJPയുടെ ഓഫീസിൽ പോയിട്ടാണ്. അതായത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കിടയ്ക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തി ഇല്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘപരിവൽക്കരിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ നടപടിയിൽ 1 ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കയറിയും കളിക്കാൻ ഗവർണറെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. എല്ലാ നടപടിയും ജനാധിപത്യ വിരുദ്ധമാണല്ലോ. ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി ഇത്തരം ഇടപെടൽ നടത്തുന്നത്? ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിന് നിയമസഭ അവകാശമാണ്. ഇനി ഗവർണർ പദവി തന്നെയോ? എന്താ ഗവർണർ പദവിയെ പറ്റി ഭരണഘടനയെ പറയുന്നത്? ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ്, ഇറ്റ്സ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ്. ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ്. അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്ന ഒന്നാവും. സർവകലാശാല ആരുടെയാണ് മാഡം? സർവകലാശാല ആരുടെയാണ്? ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VCക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു വേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാണ്. ഞങ്ങളല്ലാതെ മറ്റാരാ ചോദിക്കുക? ഞങ്ങൾ VCയുടെ ഓഫീസ് വിരോധിക്കാണ് തീരുമാനിച്ചത്. ആ സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കയറ്റാതിരിക്കാൻ വേണ്ട സമരമാണ് ഞങ്ങൾ നടത്താൻ. കാണിച്ചിട്ടുണ്ടാവാം ഗവർണർക്ക് VCക്ക് പേടിക്കേണ്ടി വരുന്നത്. ആ പേടി നല്ല കള്ളത്തരം കാണിക്കുന്ന VCക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത്. ആരെങ്കിലും പേടി വേണോ? ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിച്ചാണ് നടക്കുക. മുഖംമൂടി വരുമ്പോൾ കരയും. നിങ്ങളെ കാണുമ്പോൾ നല്ല ധൈര്യത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നുണ്ടാ? ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിച്ചാണ് നടക്കുക. മുഖംമൂടി വരുമ്പോൾ കരയും. നിങ്ങളെ കാണുമ്പോൾ നല്ല ധൈര്യത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നുണ്ടാ? അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്ന് ഓടി പറഞ്ഞേ, SFIക്കാരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഞങ്ങളാരും ഇവരെ പൊക്കിയെടുത്തൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങളങ്ങനെ ഈ VC ഒന്നും പൊക്കിയെടുത്തൊന്നും പോകാൻ പോകും. പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സമരം ചെയ്യും. അവർ പോലീസിന് തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്നത്. VC ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസിനെ വിളിക്കും. പോലീസെ ഒന്ന് കാത്തോളനെ, SFIക്കാർ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിൻ്റെ ചൂട് അവരറിയും. അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയും, ഒരു സംശയം. ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഇന്ന് സമരം നിങ്ങൾ കണ്ടതല്ലേ? അതിശക്തമായ സമരം ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർക്കത്തിന് ഉയർന്നു വരും. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് അണിനിരക്കണം. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവിപ്ലവ പ്രസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു. ഇതാണ് കേരളത്തിൻ്റെ മനസ്സ്.
കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക. കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്, വിദ്യാഭ്യാസ പ്രശ്നമാണ്, അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് RSS കളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റ്യൂട്ട് ലംഘനവും നടത്തിയ VC രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമരത്തിൽ വരുന്നത്. ഗവർണറെയും VC-യെയും ഉപയോഗിച്ച് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. RSS തിട്ടൂരത്തിന് വഴങ്ങില്ല എന്നാണ് SFI നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രതിഷേധം, വലിയ പ്രതിഷേധം, മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം കേരള സർവകലാശാലയിൽ ഉണ്ടായതിന് പിന്നാലെ SFI നേതാക്കൾ പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോഴൊരു സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ പക്ഷേ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഗവർണർക്കെതിരെ VC-ക്കെതിരെ പ്രതിഷേധം തുടരും എന്നാണ് SFI നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ SFI നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ പ്രതിഷേധത്തിൽ അത് ഒതുങ്ങില്ല എന്നാണ് SFI നേതാക്കൾ വിശദീകരിക്കുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ചാൻസലറായ ഗവർണർക്കെതിരെ കേരളയിൽ മാത്രമല്ല പല സർവകലാശാലകളിലേക്കായി ഇന്ന് SFIയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. കാലിക്കറ്റിലും കണ്ണൂരിലുമൊക്കെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. കേരള സർവകലാശാലയിലെ പ്രതിഷേധമാണ് വലിയ സംഘർഷാവസ്ഥയിലേക്ക് പോയത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഒരു ഘട്ടത്തിൽ ലാത്തി ചാർജിലേക്ക് പോലീസ് കടക്കുന്നത് കണ്ടു. ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ സർവകലാശാലയ്ക്കുള്ളിലേക്ക് തള്ളിക്കയറിയതിന് ശേഷമാണ് ഒരു സംഘർഷ സാഹചര്യം, ഒരു യുദ്ധസമാനമായ സാഹചര്യം അവിടെ നിലനിന്നത്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സർവകലാശാലയിലേക്ക് എത്തുകയും പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഒക്കെ